കസ്റ്റമർ താങ്കളുടെ ബിൽ പ്ലാനിൽ സൗജന്യം. നമസ്കാരം. ഐഡിയ ഐഡിയ അതെ, ഞാൻ കുറച്ചാൾ മുമ്പ് എനിക്ക് ഐഡിയ ഇങ്ങോട്ട് ശരിക്കും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായി. എന്താ പറയൂ, ക്ലിയർ ആവുന്നുണ്ട്, പറയൂ. അല്ല, എനിക്ക് കുറെ നാളായിട്ട് ഐഡിയ മര്യാദക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായി. ഓക്കെ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായി. ശരി. പക്ഷെ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓൾറെഡി സാറിന് കവറേജ് ഇഷ്യൂ അല്ലേ കംപ്ലൈന്റ് ഉള്ളത്? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കംപ്ലൈന്റ് ഇവിടെ പോയിട്ട് കാണിക്കുന്നുണ്ട്. ബാക്ക് എൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കംപ്ലൈന്റ് പോയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ജൂലൈ 30 ലേറ്റസ്റ്റ് കംപ്ലൈന്റ് പോയിരിക്കുന്നത്. സാറ് കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം 3G ഏരിയയിൽ ലോ കവറേജ് ഏരിയ ആണെന്നാണ് കാണാൻ സാധിക്കുന്നത്. സാറ് 3G ഏരിയ അവിടെ പ്രോപ്പറായിട്ട് ലഭിക്കില്ലെന്നാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ലോ കവറേജ് ആണെന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ. സാറിന് ഇവിടുന്ന് 3 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് പറഞ്ഞുതരാം. മല സൈറ്റിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണല്ലേ? 800 കിലോമീറ്റർ അകലെയാണല്ലേ? എന്താ ഒന്നുകൂടി പറയൂ. സാറിന്റെ അതായത് ഇഷ്യൂള്ള ഏരിയ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം സാറ് അതായത് ചെക്ക് ചെയ്ത് പറയാം. ടവറിൽ നിന്ന് വരെ 800 കിലോമീറ്റർ അകലെയാണെന്നാണ് സാറിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 800? അതെ അതെ, ഇവിടെ മലയാണ്, കംപ്ലീറ്റ് മലയാണേ. അതെ, മലയിൽ നിന്ന് സാർ 800 കിലോമീറ്റർ അകലെയാണെന്നാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ ലോക്കൽ ഏരിയ സാറിന് അവിടെ ഫേസ് ചെയ്ത് വരുന്നത് കേട്ടോ. അത് ഈ മലയില്, ഞങ്ങളിപ്പോ ഈ മലയില് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണേ. അപ്പൊ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൈസ ഇങ്ങനെ 1000 രൂപ കൊടുക്കണ്ടേ? ഈ വർഷം സാറിന്റെ ടവർ അവിടെ അതായത് സെർവ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ കംപ്ലൈന്റ് വരികയാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു ടവർ അവിടെ വെച്ച് തരാമെന്ന് ഞങ്ങൾ ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സാറിന്. വേറൊരു കാര്യം ചേട്ടാ, അതെ ഇതിപ്പോ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചിട്ടാണോ ഈ പറയണത്? അവിടെ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഒരുപാട് കംപ്ലൈന്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വന്നപ്പം ഈ ഒരു സെയിം റെസൊല്യൂഷൻ തന്നെയാണ് കസ്റ്റമേഴ്സിന് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും, ഓൾ ഐഡിയ കസ്റ്റമേഴ്സിന് അവിടെ ഞങ്ങൾ ടവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് സാറിന് ഈ ഒരു വർഷം, അതായത് ഈ മാസം ഇന്നിപ്പം സെപ്റ്റംബർ മാസമാണ്, ഈ വർഷത്തിനുള്ളിൽ അത് വെച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ വേറെ അതെ, ഇവിടെ ചുറ്റും മലയാണ്, അതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഇത് പള്ളിപ്പുറം എന്ന് പറയണതേ. ശരി. അപ്പൊ ഈ മലയൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ടവർ കിട്ടുവോ? തീർച്ചയായിട്ടും അത് വെച്ച് തരാൻ ഓൾറെഡി അവര് പറഞ്ഞിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന സാറിന് മലയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് ആ ലൊക്കേഷനിൽ നേരത്തെ 800 800 സാർ, സോറി 800 അപ്പൊ 800 കിലോമീറ്റർ അകലെയാണെന്നാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം അത് സാറിന് ടവർ ഈ വർഷം തന്നെ വെച്ച് തരാം സാർ. ഞങ്ങൾ അതിന് ഓൾറെഡി ഈ കംപ്ലീറ്റ് ഈ പ്രോബ്ലം കാരണം എനിക്കിപ്പോ ഒരു കോള് വിളിക്കുന്നിടത്ത് ഒരു 10 കോളെങ്കിലും വിളിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ഈ പൈസ കുറച്ച് തരാനായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ട് സാറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാർ ദയവേത് വെയിറ്റ് ചെയ്യുക. എന്തായാലും പരമാവധി സോൾവ് ചെയ്യുന്നതായിരിക്കും. എത്രയും തന്നെയാണ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാർ. 1 ഇയറിൽ തന്നെ സാറിനോട് ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടാണോ? ഇത് ഈ മലമ്പ്രദേശത്തൊക്കെ വന്നിട്ട് അന്വേഷിച്ചോ, അല്ലെങ്കിൽ ഓഫീസിൽ വെറുതെ ഇങ്ങനെ? അല്ല, ഇതിനു മുമ്പ് കംപ്ലൈന്റ് കൊടുത്ത ഒരുപാട് ഉണ്ട്. ആ ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിരിക്കുന്നത്, ട്രാക്ക് ചെയ്തിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തുട്ടാ? എന്റെ പേര് മനു ആണ് സാർ കേട്ടോ. എന്താണ്? മനു എറണാകുളത്താണോ സംസാരിക്കണേ? അതെ സാർ, തീർച്ചയായിട്ടും. അല്ല മനുവേ, എന്റെ വീട് തൃശ്ശൂര് മാളാന്ന് പറഞ്ഞ സ്ഥലത്താ. ഓക്കെ. മാളയിന്ന് മല കാണണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ അതിരപ്പള്ളി മറ്റേ വെറ്റിലപ്പാറയൊക്കെ പോയിട്ട് വേണം മല കാണണമെങ്കിൽ. അപ്പൊ എന്റെ ഒരു സ്ഥലം MLA എന്ന് എഴുതുമ്പോ മലാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണ ആരോ ചെയ്തുണ്ടാക്കിയ കാര്യം വെച്ചിട്ടാണ് ഈ മനു എന്നോട് ഈ പറയണേ. ഇവിടെ മലയില്ല, ഒരു കോപ്പില്ല. വെറുതെ എന്തിനാ ആൾക്കാരെ പറ്റിക്കണേ മനു? കൊടുത്തിരിക്കണ അതെ, മനുവിന് തന്ന ഇൻഫർമേഷൻ തന്ന ആളോട് ചോദിക്ക്. ഇവിടെ മല ഞാൻ സിനിമയിലാണ് മല കണ്ടിട്ടുള്ളൂ.
ഇവിടെ മലയില്ല, ഒരു കോപ്പില്ല, ഒന്നുമില്ല. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കണേ? എന്തിനാ പറ്റിക്കണേ? നിങ്ങക്ക് തന്ന ഇൻഫർമേഷൻ തന്ന ഒരാളോട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുക, ആരെ തന്നെന്ന് നിങ്ങൾക്ക് അറിയാല്ല. മല എന്ന് കാണണമെങ്കിൽ ഞാൻ ഇവിടെ TV വെച്ച് നോക്കണം. മല കാണണമെങ്കിൽ ഞങ്ങളിവിടെ തോടും കടലും പുഴയൊക്കെ ഉള്ളൂ. വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അതായത് ആൾക്കാരെ നൈസായിട്ട് പറ്റിക്കാനുള്ള ഒരു ഇടപാടായിട്ട് ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ് ആൾക്കാർ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഈ കാര്യത്തിന് എന്തിട്ടാ പറയാ മനു? നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കും. ഓണായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത് എന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യം മാള പള്ളിപ്പുറം എന്നുള്ളത് ഇംഗ്ലീഷ് വായിച്ചപ്പോ മലയുടെ ഇടയ്ക്കുള്ള ഒരു പള്ളിപ്പുറം എന്ന സ്ഥലത്ത് ആണ്. അവനത് അത്ര കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പറഞ്ഞ സംഗതി എന്നോട് വിളിച്ച് പറയണ്ട. ഞാൻ അത് കാരണം നിങ്ങളുടെ വായെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടാ. മനു, നിങ്ങൾ എന്നോട് വ്യക്തിപരമായിട്ട് യാതൊരു വിഷമം വിചാരിക്കണ്ട കേട്ടാ. ഞാനിത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പോവേ. ഐഡിയയുടെ ആഫീസൊക്കെ ഇപ്പൊ പൂട്ടും കേട്ടാ. ഓണമല്ലേ, ഭക്ഷണം കഴിക്കില്ലേ നല്ലോണം? ആ, അപ്പൊ ഇതിപ്പോ മനുവിന് റിപ്പോർട്ട് തന്ന ആളോട് പറ, നിങ്ങൾ ഏത് സ്ഥലത്ത് പോയിട്ടാണ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചതെന്ന് ചോദിക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാട്ടാ. ഞാൻ 10 വർഷമായി ഇത് എടുത്തിട്ട്. എനിക്ക് ഒരു കോള് വിളിക്കുന്നിടത്ത് 5 കോള് വിളിക്കണം. നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയാൻ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത്രേ ഉള്ളൂ. അതായത് 100 കണക്ഷൻ ഉള്ളപ്പോഴും 10,000 കണക്ഷൻ ഉള്ളപ്പോഴും ടവറിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അത് അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരുന്ന ഇങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. അല്ലേ? പൈസ മേടിക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റ് ആയിട്ട് മേടിക്കും. അത് കിട്ടിയില്ലെങ്കിൽ അപ്പൊ കട്ട് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. ഈ ശാപൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ഇത്രേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത്. ഓണത്തിന്റെ അന്ന് ഇങ്ങനെ പറയാൻ വന്നില്ല എനിക്ക് അതിയായ ഖേദമുണ്ട് മനു. അതായത് ആ റിപ്പോർട്ട് തന്ന ആളോട് ഒന്ന് വിളിക്കാൻ പറ കേട്ടാ. ഞാനേ ഇവിടെ ഈ മല കാണണമെങ്കിൽ TV വെച്ച് നോക്കണം. മല എന്ന് പറഞ്ഞ സംഗതി കാണണമെങ്കിൽ അതായത് 800 കിലോമീറ്റർ അകലെയാണ്. ഈ കേരളം മുഴുവൻ 900 കിലോമീറ്റർ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് 800 കിലോമീറ്റർ അകലെ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആരാ അവിടെ ജോലി തന്നത്? ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരാൾ പറയോ 900 കിലോമീറ്റർ കേരളത്തില് 800 കിലോമീറ്റർ അകലെയാണ് മല അല്ലേ? നിങ്ങൾ പറയണത് എന്തിട്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? മനു ഒന്ന് ആലോചിച്ച് നോക്കുക. ആകെ 900 കിലോമീറ്റർ ഉള്ളൂ കേരളം. എന്തായാലും ഇവിടുന്ന് കംപ്ലൈന്റ് കൊടുത്തതിന് താങ്കൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ താങ്കൾ കംപ്ലൈന്റ് എനിക്ക് ഫോർവേഡ് ചെയ്യാൻ മെയിലായിട്ട് ഫോണിലേക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഒരു മെയിൽ ഫോർവേഡ് ചെയ്താൽ മതി. കസ്റ്റമർ കെയറായിട്ട് എന്റെ മെയിൽ ഐ ഡി അവിടെ ഉണ്ട്. എന്റെ ബില്ല് മുഴുവൻ എന്റെ മെയിൽ ഐ ഡി. നമ്മുടെ മെയിൽ ഐ ഡി അല്ല. താങ്കൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നേരിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. മെയിൽ ഐ ഡി അല്ല എനിക്കിപ്പോ ഇതുമല്ലോ. ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇന്നോട്ട് പ്രചരിപ്പിക്കും. നിങ്ങളുടെ ആഫീസിൽ പൂട്ടിക്കും കേട്ടാ. ശരിയെന്നാ. ഓണാശംസകൾ. ശരി, ഓക്കെ, താങ്ക് യു. ശരി. പ്രതികരണം അറിയിക്കുന്നതിനായി വിനിയോഗിക്കുക. നമസ്കാരം, സായത്തിനാണ്. ഹലോ, എന്റെ പേര് ഹരിലാൽ എന്നാണേ. ഞാന് എന്റെ സിം ഐഡിയ എന്റെ ചേട്ടനാ എയർടെലിന്റെ സിം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ കംപ്ലൈന്റുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ. ഒരു നിമിഷം. പേനയും പേപ്പർ എടുക്കാന്നോ? അല്ല, പറഞ്ഞോളൂ. പിന്നെ 97 46 49 07 38 എഴുതിയോ? 97 46 49 49 07 38. ഈ സിമ്മ അറിയാതെ അങ്ങ് വിഴുങ്ങിപ്പോയി ചേട്ടൻ. മനസ്സിലായില്ല. ഈ സിമ്മേ ഇങ്ങനെ മൊബൈലിൽ നിന്ന് എടുക്കാൻ പാടായിരുന്നു കേട്ടോ. അപ്പം വായും കൊണ്ട് ഇങ്ങനെ കടിച്ചപ്പോ അറിയാതെ അങ്ങ് വിഴുങ്ങിപ്പോയി. അപ്പം ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ. അപ്പൊ കാശ് പോവോ? സംസാരിക്കുന്നുണ്ട്, കാശ് പോവോ? ഇത് വിഴുങ്ങിയേക്കോ, സിമ്മ് വിഴുങ്ങിയേക്കോ. സാറെന്താ കളിയാക്കുവാണോ? അല്ല, കളിയൊക്കെ അല്ല, കാശ് പോവെന്നറിയാനാ. ഇല്ലല്ലേ? പോവോ?
വിഴുങ്ങുന്ന സിമ്മ് വിഴുങ്ങുന്നതും കോൾ ചെയ്യുന്നതും തമ്മിൽ എന്താണ് അത് തമ്മിൽ? ഇല്ല, നമ്മള് സംസാരിക്കുമ്പോഴേ കാശ് പോന്നെ. സിമ്മ വിഴുങ്ങിയൊക്കെ ഉള്ളി കിടന്നതിനെയും സംസാരിക്കാൻ കാശ് പോകുന്നറിയാനാ. സാർ, ഒരു മൊബൈലുമായിട്ട് താങ്കളുടെ സിമ്മ് കണക്ട് ആയി മൊബൈലുമായിട്ട് കണക്ട് ആയെങ്കിൽ മാത്രമേ ആ സിമ്മിൽ നിന്ന് എമൗണ്ട് നഷ്ടപ്പെടുകയോ വല്ല ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അത് കളഞ്ഞു പോയാലും വിഴുങ്ങിയാലും എല്ലാം തന്നെ കളഞ്ഞു പോയാൽ സംസാരിക്കുന്നില്ലല്ലോ. ഇതിപ്പം അല്ലല്ല, ഉള്ളി കിടന്നാലും കളഞ്ഞു പോയാലും എല്ലാം ഒരുപോലെയാണ്. സിമ്മ് മൊബൈലിൽ ഇട്ടെങ്കിൽ മാത്രമേ സിമ്മിനെ കൊണ്ട് എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ കാശൊന്നും നഷ്ടപ്പെടില്ല. താങ്കൾക്ക് ഇനിയും പുതിയൊരു സിമ്മ് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിന് അപേക്ഷിക്കാം. ഇല്ലില്ല, എമൗണ്ട് നഷ്ടപ്പെടാറില്ല. നെറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ എങ്ങനെ? അത് താങ്കളിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായിട്ട് അപേക്ഷിക്കുക. അടുത്തുള്ള ഷോപ്പിൽ ഈ ഒരു ആ നമ്പറിൽ ആരുടെ പേരിലാണ് നമ്പർ എടുത്ത് അയാളുടെ അഡ്രസ് പ്രൂഫും ഫോട്ടോഗ്രാഫിന്റെ കോപ്പിയും കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായിട്ട് അപേക്ഷിക്കുക. 4 മണിക്കൂറിനൊരു ഡ്യൂപ്ലിക്കേറ്റ് സിം ഈ നമ്പറിലെ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് കിട്ടിയാൽ തിരിച്ച് ഇങ്ങനെങ്കിലും കിട്ടിയാൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കോ? ഇല്ല, അത് ചാൻസ് കുറവാ, എങ്കിലും ശ്രമിച്ചു നോക്കൂ. ശ്രമിക്കാൻ ചേട്ടനോട് പറയാം. പക്ഷെ ഇതിപ്പം സിമ്മ് വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ നനഞ്ഞാല് സിമ്മ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ശരി ശരി. സിമ്മ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ സിമ്മ് പിന്നെ വർക്കൗട്ട് ആവില്ല. ഏതായാലും ശ്രമിച്ചു നോക്കൂ. വെള്ളത്തിലാണെങ്കിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല. ചപ്പാത്തിക്കകത്തായിരിക്കും വീണേ. എന്തായാലും നോക്കാൻ ചേച്ചി, താങ്ക്സ്. ഓക്കെ സാർ, ഈ കോളിന്റെ ഫീഡ്ബാക്ക് ഈ കോളിന് ഐഡിയ സെഷന് ട്രാൻസ്ഫർ ചെയ്തോട്ടെ. വേണ്ട വേണ്ട, വിളിച്ചതിന് നന്ദി സാർ.